ലീഗ് ഭൂമി ഇടപാടിൽ ആസൂത്രിത ഗൂഢാലോചന നടന്നുവെന്ന ആരോപണവുമായി മുസ്ലിം ലീഗ് മുൻ ജില്ലാ കമ്മിറ്റി അംഗം പി ഷൈജൽ രംഗത്ത്. കല്ലങ്കോടൻ മൊയ്തു താലൂക്ക് ലാൻഡ് ബോർഡിന് വിവരാവകാശ നിയമപ്രകാരം ഭൂമിയുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് മുൻ ലീഗ് ജില്ലാ കമ്മിറ്റി അംഗവും MSF മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ പി ഷൈജൽ പറഞ്ഞു. കല്ലങ്കോടൻ മൊയ്തു താലൂക്ക് ലാൻഡ് ബോർഡിൽ വിവരാവകാശ നിയമപ്രകാരം ഭൂമിയുടെ രേഖകൾ ആവശ്യപ്പെട്ടതിന് പിന്നിൽ ഗൂഢതന്ത്രമുണ്ടെന്ന് മുൻ ലീഗ് ജില്ലാ കമ്മിറ്റി അംഗവും MSF മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ പി ഷൈജൽ പറഞ്ഞു. ഈ കല്ലങ്കോടൻ മൊയ്തു അദ്ദേഹത്തിൻ്റെ ഈ ഭൂമി ഇടപാട് തന്നെ വളരെ ദുരൂഹത നിറഞ്ഞാണ്. കാരണം 11ഓളം ആളുകൾ, എൻ്റെ അറിവനുസരിച്ച് പിന്നെ പല രീതിയിൽ നമുക്ക് ബന്ധമുള്ള 11ഓളം ആളുകൾ, അതിൽ ലീഗുകാരടക്കമുള്ള ആളുകളുണ്ട്. അവരടക്കമുള്ള ആളുകൾ നല്ല ഭൂമി പിന്നെ ഇദ്ദേഹത്തിന് മുമ്പിൽ രേഖകൾ സഹിതം ഹാജരാക്കിയതാണ്. ആ രേഖകളൊക്കെ വളരെ മൈനറായ ചെറിയ ചെറിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം തള്ളുകയായിരുന്നു. ഇതൊരു ശരിക്കുള്ളൊരു പഴുതാക്കി മാറ്റിയാണ്ട് വയനാട് ജില്ലകളിലെ ഈ മുതലാളിമാർ കുന്നുകൂട്ടി വെച്ച ഭൂമികൾ, ഇവിടെ ഭൂമിയില്ല എന്ന് പറയല്ലേ, കുറഞ്ഞ ആൾക്കാരെ ഈ കിടക്കുക ഭൂമി. ഇവർ ഈ ഭൂനിയമമൊക്കെ വന്നപ്പോൾ അതിൽ ആടിൻ്റെയും പട്ടീൻ്റെയും പൂച്ചേൻ്റെയും പേരിലാക്കി വെച്ച ഭൂമികൾ എവിടെയൊക്കെ കിടക്കുന്നുണ്ട്. 1993 കേസ് വിധിവരാത്തതും തീരുമാനമാകാത്തതും കല്ലങ്കോടൻ കുടുംബത്തിന്റെയും UDFന്റെയും ഒത്തുകളിയാണെന്നും പി ഷൈജൽ പറയുന്നു. ദുരന്തബാധിതരെ വഞ്ചിക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ ലീഗൽ അഡ്വൈസറായി വന്ന പിന്നെ ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ ഭാര്യയുടെ അമ്മാവൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് മൊയ്തു ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് കയ്യിൽ അവിടെ 11 ഏക്കർ ഭൂമിയുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം ആ ഭൂമി മുഴുവനായി കൊടുത്തില്ല? കല്ലങ്കോടൻ കുടുംബത്തിലെ 2 അംഗങ്ങൾ വൈത്തിരി താലൂക്ക് ലാൻഡ് ബോർഡിൽ തഹസിൽദാർമാരായിരുന്നു. അക്കാലത്താണ് ലാൻഡ് ബോർഡിൽ നിന്നും പല രേഖകളും കാണാതായത് വൻ വാർത്തയായതെന്നും ഷൈജൽ ഓർക്കുന്നു. ലാൻഡ് ബോർഡിൽ രേഖകളില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് പയറ്റുന്നത്. കല്ലങ്കോടൻ കുടുംബത്തിന്റെ തോട്ടഭൂമി കേസ് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ഷൈജൽ ആവശ്യപ്പെടുന്നു. PV ജോഷില, കൈരളി ന്യൂസ്, വയനാട്.